രസമുണ്ട് ഫോട്ടോസൊക്കെ. എന്താണ് പരിപാടി? ഇതിപ്പോ ട്രെൻഡിങ് അല്ലേ ഈ ജെമിനിയിൽ ഫോട്ടോസൊക്കെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. വ്യാത്താൻ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞല്ലേ? വന്നടാ, ഞാൻ വന്നടാ. എങ്ങനുണ്ട്? സംഭവിക്കില്ലേ? കളിക്കാൻ ഇറങ്ങുമ്പോ നീ ആലോചിക്കണം, എതിരെ നിൽക്കുന്നവനും കളി അറിയാന്ന്. അപ്പൊ നീ അറിഞ്ഞില്ലേ? എന്തെങ്കിലും പണി കിട്ടൂ? അതെ, സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ ഒരു പണി കിട്ടിയേക്കും. ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡ് വൈറലാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചിത്രം ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്ത പ്രോംപ്റ്റ് നൽകുമ്പോൾ ജെമിനി അത് സാരി ധരിച്ച ചിത്രമാക്കി മാറ്റുന്നു. ചന്ദ്ര എന്നാൽ ജെമിനി നൽകിയ തന്റെ AI ചിത്രത്തെക്കുറിച്ച് യുവതി പറയുന്നത് ഇങ്ങനെയാണ്: വളരെ ആകർഷകമായ ഈ ചിത്രം എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. ജെമിനി നൽകിയ ചിത്രത്തിൽ എന്റെ ഇടത് കൈയിൽ ഒരു മറുകുണ്ട്. അത് യഥാർത്ഥമായി എന്റെ ശരീരത്തിലുള്ളതാണ്. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ചിത്രത്തിൽ മറുക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടത് ഭാഗത്തായിട്ട് കറുത്ത മറുകുള്ള വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? വെരി ഗുഡ്, യു ആർ റിയലി ജീനിയസ്. തന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് മറുകുണ്ടെന്ന് ജെമിനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് യുവതി ചോദിക്കുന്നു. ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. പശ അറിയാതെ വായിക്കും. എന്റെ ഈശ്വര, തരാന്ന് വെച്ചപ്പോ നീ വാരി കോരിയാണല്ലോ തരണത്. ഇത് വളരെ ഭയാനകമാണ്. ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല. ഇത് കര വേറെ ഡീപ് ഫേക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദുരുദ്ദേശത്തോടെ ആരെങ്കിലും നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഇതൊരു ചെറിയ തുടക്കം മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ? ഈ ട്രെൻഡുകൾ ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചിത്രങ്ങളുടെ സുരക്ഷിതത്വത്തെയും സ്വകാര്യതയെയും സംബന്ധിച്ച ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. AI ടൂളുകൾ വിനോദത്തിനും ക്രിയാത്മകമായ കാര്യങ്ങൾക്കും വലിയ സാധ്യതകൾ നൽകുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം വരുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ ഇനി ഒരു ദിവസം നമ്മളിവിടെ നിൽക്കൂല. ഞാനൊന്ന്